പ്രിയമുള്ളവരെ, ദേശാഭിമാനി മുഖപ്രസംഗം ഡിസംബർ 8, 2015. എണ്ണ ഉൽപാദനവും ഒപെക്കും. ലോകത്തിലെ എണ്ണ ഉൽപാദക രാഷ്ട്രങ്ങളുടെ സംഘടന ഒപെക് വെള്ളിയാഴ്ച യോഗം ചേർന്ന് ഉൽപാദനം കുറയ്ക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നു. ലോകത്തിലെ എണ്ണ ഉൽപാദനത്തിന്റെ 80% നിയന്ത്രിക്കുന്നത് 13 രാഷ്ട്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒപെക്കാണ്. ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന അമേരിക്കയും, 3-ാം സ്ഥാനത്തുള്ള റഷ്യയും, 4-മതുള്ള ചൈനയും, 5-മതുള്ള കാനഡയും ഒപെക്കിൽ അംഗമല്ലെങ്കിലും എണ്ണവില നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സംഘടനയാണിത്. ഒപെക്കിന്റെ 2/3 എണ്ണ ഉൽപാദനവും മധ്യപൗരസ്ത്യ ദേശങ്ങളിൽ നിന്നാണ്. അതിന്റെ സിംഹഭാഗവും ലോകത്തിലെ 2-മത്തെ എണ്ണ ഉൽപാദക രാഷ്ട്രമായ സൗദി അറേബ്യയുടേതാണ് താനും. എണ്ണ ഉൽപാദനം കുറയ്ക്കണമെന്ന് അംഗരാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് വെനസ്വേലയിൽ നിന്നും ഇക്വഡോറിൽ നിന്നും ആവശ്യമുയർന്നിരുന്നു. വെനസ്വേലയിലെ ഇടതുപക്ഷ സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. എണ്ണവില കുത്തനെ കുറഞ്ഞതാണ് ഇതിന് കാരണം. അതിനാൽ എണ്ണവില കുറയ്ക്കണമെന്നാണ് മഡൂറോ സർക്കാരിന്റെ ആവശ്യം. വെനസ്വേലൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷത്തിന് വിജയം നേടാൻ കഴിഞ്ഞതുപോലും ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ മഡൂറോ സർക്കാരിന് കഴിയാത്തതുകൊണ്ടായിരുന്നു. ഇതിനാലാണ് എണ്ണ ഉൽപാദനം കുറച്ച് വില ഇടിയുന്നത് തടയണമെന്ന് വെനസ്വേല ആവശ്യപ്പെട്ടത്. എന്നാൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ സൗദി അറേബ്യയും മറ്റ് അംഗരാജ്യങ്ങളും തയ്യാറായില്ല. വെനസ്വേലൻ താൽപര്യത്തെക്കാൾ സ്വന്തം കമ്പോള താൽപര്യമാണ് സൗദിയെ ഭരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം എണ്ണ ഉപയോഗത്തിൽ കുറവ് വന്നെങ്കിലും ലോക കമ്പോളത്തിലെ മേധാവിത്വം നഷ്ടപ്പെടരുതെന്ന സൗദി അറേബ്യയുടെ പിടിവാശി കാരണമാണ് ഉൽപാദനം കുറയ്ക്കേണ്ടെന്ന് തീരുമാനിച്ചത്. ദിനംപ്രതിയുള്ള ഉൽപാദനമായ 31 ദശലക്ഷം വീപ്പയിൽ നിന്നും പുറകോട്ട് പോകേണ്ടതില്ലെന്ന് മാത്രമല്ല, 50 ലക്ഷം വീപ്പ അധികം ഉൽപ്പാദിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. മധ്യപൗരസ്ത്യ ദേശത്ത് അമേരിക്കയുമായി കൈകോർത്ത് IS-നെതിരെയും സിറിയയിലെ മതനിരപേക്ഷ സർക്കാരിനെതിരെയും യുദ്ധം ചെയ്യുന്ന സൗദി അറേബ്യ എണ്ണ വ്യാപാരത്തിൽ അമേരിക്കയുമായി നടത്തുന്ന ശീതസമരത്തിന്റെ ഭാഗം കൂടിയാണ് എണ്ണ ഉൽപാദനം കുറയ്ക്കേണ്ടതില്ലെന്ന തീരുമാനം. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രം അമേരിക്കയാണെങ്കിലും ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയുടെ എണ്ണക്കമ്പോളം അമേരിക്ക കൈവശപ്പെടുത്തുമോ എന്ന ഭയമാണ് ആവശ്യക്കാർ കുറവാണെങ്കിലും എണ്ണ ഉൽപാദനം കുറയ്ക്കേണ്ടതില്ലെന്ന ഒപെക് തീരുമാനത്തിന് പിന്നിൽ. അമേരിക്കയിലെ ഷേൽ ഉൽപാദനം നിലവിലുള്ള അതേ വേഗത്തിൽ തുടരുക വിഷമമാണെന്ന അനുമാനത്തിലാണ് സൗദി. ഷേൽ ഉൽപാദനത്തിനുള്ള വർദ്ധിച്ച ചെലവും സാമ്പത്തിക പ്രതിസന്ധി കാരണം ബജറ്റിൽ വന്ന കുറവും അമേരിക്കൻ ഷേൽ ഉൽപാദനത്തിൽ ഇടിവുണ്ടാക്കുമെന്ന് സൗദി കരുതുന്നു. നിലവിൽ സാർവദേശീയ വായ്പാദാതാക്കൾ അമേരിക്കൻ ഷേൽ കമ്പനികൾക്ക് വായ്പ നൽകാൻ മടിച്ചു നിൽക്കുകയാണ്. അമേരിക്കയിൽ തിരിച്ചടവ് സംശയത്തിലായ കടത്തിന്റെ 1/3 എണ്ണ വാതക കമ്പനികളുടേതാണ്. നവംബറിൽ ദിനംപ്രതി 6 ലക്ഷം വീപ്പയുടെ കുറവ് ഷേൽ ഉൽപാദനത്തിൽ ഉണ്ടായിട്ടുണ്ട്. സൗദി ഉൽപാദനം കുറയ്ക്കുന്ന പക്ഷം അമേരിക്ക ഷേൽ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും അതുവഴി ലോക കമ്പോളം പിടിച്ചെടുക്കുകയും ചെയ്യും. പല രാജ്യങ്ങൾക്കും എണ്ണ കയറ്റുമതിക്കുള്ള നിരോധനം അടക്കം പിൻവലിച്ച് കമ്പോളം വർദ്ധിപ്പിക്കാനുള്ള നീക്കവും അമേരിക്ക കൈക്കൊള്ളും. അതോടെ സൗദിയുടെ അപ്രമാദിത്വം ഇല്ലാതാകും. അതുകൊണ്ട് തന്നെയാണ് ഉൽപാദനം കുറയ്ക്കേണ്ടതില്ലെന്ന് ഒപെക് തീരുമാനിച്ചത്. സിറിയൻ പ്രശ്നത്തിൽ അമേരിക്കയുമായി ഇടഞ്ഞു നിൽക്കുന്ന റഷ്യയും എണ്ണ ഉൽപാദനവും കയറ്റുമതിയും നിർബാധം തുടരുകയാണ്. ഇതും എണ്ണവില കുറയാൻ കാരണമാകും. ദിനംപ്രതി അന്താരാഷ്ട്ര എണ്ണക്കമ്പോളത്തിൽ വില കുറയുമ്പോഴും അതിന്റെ ഗുണം ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് ലഭിക്കുന്നില്ലെന്നത് മറ്റൊരു വസ്തുത. കോർപ്പറേറ്റുകളുടെ ഉന്നമനം മാത്രം ലക്ഷ്യമാക്കി ഭരിക്കുന്ന മോഡി സർക്കാരിന്റെ നയമാണ് ഇതിന് കാരണം. ദേശാഭിമാനി മുഖപ്രസംഗം ശ്രവിച്ച ഏവർക്കും CPIM സൈബർ വോയിസിന്റെ പേരിൽ
അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.